കോഴിക്കോട് കുന്നമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയടക്കം 3 പേർ മരിച്ചു എന്നുള്ളതാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്വൈത്, മിനി, ആർദ്ര എന്നിവരാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട അദ്വൈതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാക്കിയുള്ളവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? ശ്രീജിത്ത്, സന്ധ്യയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി 13കാരനായിട്ടുള്ള അദ്വൈതിനെ രക്ഷിക്കാനായി ഇറങ്ങിയതായിരുന്നു. അവിടെ ബന്ധുക്കളും അമ്മ ഉൾപ്പെടെയുള്ളവരും. അതിലാണ് ആ 3 പേരും ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. അവർ ഒഴുക്കിൽപ്പെട്ട് അവരെ കാണാതായെന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ എത്തുകയും നാട്ടുകാരുടെ സഹായത്തോടുകൂടെ 4 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ 3 പേരുടെ മരണം സംഭവിച്ചു. കാരിപ്പറമ്പത്ത് മിനി 48 വയസ്സുകാരിയായിട്ടുള്ള മിനിയുടെ മരണം സംഭവിച്ചു. കൂടാതെ ഇവരുടെ മകൾ ആതിരയും മരണപ്പെട്ടു. കൂടാതെ ഈ ആദ്യം അപകടത്തിൽപ്പെട്ട അദ്വൈത് 13 വയസ്സുകാരായിട്ടുള്ള ഈ വിദ്യാർത്ഥിക്കും മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇവരുടെ അമ്മ, അദ്വൈതിൻ്റെ അമ്മ സിനോജയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവരുടെ ഗുരുതരാവസ്ഥയിലാണ്. എന്നിരുന്നാലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വലിയ രീതിയിൽ വെള്ളം അകത്ത് ചെന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. ഇന്ന് സന്ധ്യയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ചെറുപുഴയിൽ പൊയ്യാം പുളിക്കമണ്ണിലെ കടവിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. 13 വയസ്സുകാരനായ വിദ്യാർത്ഥി കുളിക്കാൻ ഇറങ്ങുകയും ആ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. തുടർന്ന് രക്ഷിക്കാൻ ഇറങ്ങിയ മറ്റ് 3 പേരും ഒഴുക്കിൽപ്പെടുകയും ആ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരുടെ മരണം സംഭവിച്ചു. ഈ വിദ്യാർത്ഥിയുടെ അമ്മയെ ഇപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ 3 പേരുടെ മൃതദേഹമുള്ളത്. അദ്വൈതിൻ്റെ അമ്മ സിനോജ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. അവരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അവിടെ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. അവരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുന്നമംഗലത്താണ് ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്.